Good morning, children. How are you? Today we shall start our GK class. Lesson 5, Indian languages. Today we are discussing about Indian languages. India is our country. Yes, isn't it? Okay. നമുക്ക് how many states are there in India? Yes, 29 അല്ലേ? 29 29 സംസ്ഥാനങ്ങളിൽ ഒരുപാട് ഭാഷകൾ നമ്മൾ സംസാരിക്കുന്നുണ്ട്. ഓരോ സംസ്ഥാനത്തിൻ്റെയും ലാംഗ്വേജസ് ഏതൊക്കെയാണ് എന്നാണ് നമുക്ക് ഈ ലെസണിൽ പഠിക്കാനുള്ളത്. ഓക്കെ, ദിസ് ഈസ് ദി മാപ്പ് ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ മാപ്പാണ്. ഇപ്പോൾ എങ്ങനെ നമ്മൾ ഡയറക്ഷൻ കാണുക? നോർത്ത് സൈഡ്, ടോപ്പ് സൈഡാണ് നോർത്ത് സൈഡ് ഉണ്ടാവുക. നോർത്ത്, ദെൻ ഓപ്പോസിറ്റ് സൗത്ത്, ദെൻ ഈസ്റ്റ്, ദെൻ വെസ്റ്റ്. നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ്. Which are the boundaries of India? Which are the boundaries? The northern side, Himalaya mountains. Then southern, Indian Ocean. Eastern part, Bay of Bengal. Then western part, Arabian Sea. These are the four boundaries of India. Then 29 states and 6 യൂണിയൻ ടെറിട്ടറീസ്. ഇവിടെ ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് ഇന്ത്യയിൽ 563 നാട്ടുരാജ്യങ്ങളായിരുന്നു. പിന്നെ ഇന്നത്തെ പോലെ സംസ്ഥാനങ്ങളല്ലായിരുന്നു. പിന്നീടാണ് അത് സ്റ്റേറ്റ്സായിട്ട് രൂപം കൊള്ളുന്നത്. എല്ലാം ഒരേ ദിവസമല്ല, ഓരോന്നും വെവ്വേറെ സമയങ്ങളിലാണ് സ്റ്റേറ്റ്സായിട്ട് രൂപം കൊള്ളുന്നത്. ഫസ്റ്റിൽ 9 സ്റ്റേറ്റ്സ് ഉണ്ടായിരുന്നത്, പിന്നെ 14 ആയി, പിന്നെ അങ്ങനെ ഓരോന്നായിട്ട് കൂടിക്കൂടി വന്നു. പിന്നെ ഭാഷാപരമായിട്ട് ഡിവൈഡ് ചെയ്തു ഓരോ സ്റ്റേറ്റിനെയും. അപ്പോഴും മാറ്റങ്ങൾ വന്നു, അതിൻ്റെ ഏരിയയ്ക്കൊക്കെ വ്യത്യാസം വന്നു. അങ്ങനെയാണ് ഇപ്പോൾ 29 സ്റ്റേറ്റ്സ് ആണുള്ളത്. ചർ ദി ബൗണ്ടറീസ് ഓഫ് ഇന്ത്യ. ദെൻ നോർത്തേൺ പാർട്ട് ഹിമാലയ മൗണ്ടൻ, സൗത്തേൺ പാർട്ട് ഇന്ത്യൻ ഒഷ്യൻ, ദെൻ ഈസ്റ്റേൺ പാർട്ട് ബേ ഓഫ് ബംഗാൾ ആൻഡ് വെസ്റ്റ് പാർട്ട് അറേബ്യൻ സീ. വിച്ച് ആർ ദി യൂണിയൻ ടെറിട്ടറീസ്? Lakshadweep. This part is Lakshadweep, Andaman Nicobar Islands. Then this part is Daman Diu, Dadra Nagar Haveli. Then this is Puducherry. Pondicherry ആയിരുന്നു, പുതുച്ചേരി എന്നാക്കി. അതിൽ നമ്മുടെ ഡൽഹിയും കേന്ദ്രഭരണ പ്രദേശമായിരുന്നു ഡൽഹി. അപ്പോൾ എന്താണ് ഡൽഹി? നമ്മളുടെ തലസ്ഥാന നഗരിയായിരിക്കുന്നു. ഇന്ത്യസ് ക്യാപിറ്റൽ ഈസ് ഡൽഹി, ന്യൂ ഡൽഹി, ഇന്ത്യസ് ക്യാപിറ്റൽ. അതുകൊണ്ട് ഇപ്പോൾ അത് യൂണിയൻ ടെറിട്ടറീസ് പാർട്ടിൽ നിന്ന് മാറിയിരിക്കുന്നു. അപ്പോൾ ഇതാണ് ഇന്ത്യയുടെ മാപ്പ്. അപ്പോൾ നമുക്ക് ഓരോ സ്റ്റേറ്റ്സിനും ഏതൊക്കെയാണ് ലാംഗ്വേജസ് നോക്കാം. അപ്പോൾ നിങ്ങളുടെ ബുക്കിനകത്താണെങ്കിൽ ആൽഫബറ്റിക് ഓർഡറിലാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അങ്ങനെ പഠിക്കാം. അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ വിച്ച് ഈസ് അവർ സ്റ്റേറ്റ്, ദെൻ കേരള, മലയാള നാട് അല്ലേ. വിച്ച് ഈസ് അവർ ലാംഗ്വേജ്, മലയാളം അല്ലേ. നമ്മുടെ മലയാളത്തിന് 2013 മെയ് 13 മെയ് മാസത്തിലാണ് നമുക്ക് മലയാളത്തിന് ശ്രേഷ്ഠ ഭാഷാ പദവി കിട്ടുന്നത് അല്ലേ. മലയാളം ശ്രേഷ്ഠ ഭാഷകളിൽ ഒന്നാണ്, ക്ലാസിക് ലാംഗ്വേജ് ആണെന്ന് തിരഞ്ഞെടുക്കപ്പെടുന്നത് അല്ലേ. പല സ്ഥലങ്ങളിലും മലയാളം സംസാരിക്കുന്നില്ല. ലക്ഷദ്വീപിലൊക്കെ മലയാളമാണ് സംസാരിക്കുന്നത്. പിന്നെ UAE-യിലാണെങ്കിൽ 4 തിരഞ്ഞെടുക്കപ്പെട്ട ഔദ്യോഗിക ഭാഷകളിൽ ഒന്ന് മലയാളമാണ്. എന്നാണ് നമ്മുടെ സംസ്ഥാനം രൂപം കൊണ്ടത്? കേരള പിറവി എന്നാണ് ഉണ്ടായിരിക്കുന്നത്. 1956 നവംബർ 1. ഇപ്പം അടുത്ത് നമ്മൾ ആഘോഷിച്ചിട്ടുള്ളൂ. 1956 നവംബർ 1-നാണ് കേരളം രൂപം കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ലാംഗ്വേജ് മലയാളമാണ് അല്ലേ. പിന്നെ എങ്ങനെ കേരളത്തെ അറിയപ്പെടുന്നത്? ഗോഡ്സ് ഓൺ കൺട്രി അല്ലേ, ഗോൾഡൻ യാൺ, ഗോഡ്സ് ഓൺ കൺട്രി എന്നാണ് വിളിക്കുന്നത്. ദൈവത്തിൻ്റെ സ്വന്തം നാട്. എല്ലാം കൊണ്ടും വളരെ സുന്ദരമായ കാലാവസ്ഥ കൊണ്ടും എല്ലാം കൊണ്ടും ധന്യമായ നമ്മുടെ കേരള നാട്.
കേരള നാട്ടിലെ ഭാഷ മലയാളം. മലയാളത്തെ ശ്രേഷ്ഠ ഭാഷാ പദവിയായിട്ട് അംഗീകരിച്ചിരിക്കുന്നു. വിച്ച് ഈസ് അവർ ക്യാപിറ്റൽ, അതാണ് തിരുവനന്തപുരം. അപ്പോൾ നമുക്ക് കേരളത്തിൽ നിന്ന് തുടങ്ങാമല്ലോ. അപ്പോൾ ദിസ് ഈസ് അവർ നേഷൻ ഇന്ത്യ. ഇന്ന് കാണാനായിട്ട് ഇതൊന്ന് മടക്കി പിടിക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ കേരള നാട് അല്ലേ. കേരന്തിങ്ങും കേരളനാട് അല്ലേ. ഇവിടെ നമുക്കത് തുടങ്ങാം. അപ്പോൾ ആൽഫബറ്റ് കോഡിൽ എങ്ങനെ വേണമെങ്കിൽ പഠിക്കാം. നമുക്ക് ഇങ്ങനെ എളുപ്പത്തിന് ഇങ്ങനെ ആവാം. അപ്പോൾ കേരളം അല്ലേ 1956 നവംബർ 1 രൂപം കൊണ്ടു. വിച്ച് ഈസ് അവർ നൈബറിങ് സ്റ്റേറ്റ് ഏതാണ്? യെസ്, തമിഴ്നാട് അല്ലേ. തമിഴ്നാട് നമ്മുടെ നൈബറിങ് അല്ലേ, നൈബറിങ് സ്റ്റേറ്റ്. പിന്നെ ഏതാണ്? ദിസ് ഈസ് കർണാടക അല്ലേ. കർണാടകയും തമിഴ്നാട് നമ്മളുടെ അയൽ സംസ്ഥാനങ്ങളില്ലേ. അപ്പം നമുക്ക് തമിഴ്നാടിൻ്റെ ക്യാപിറ്റൽ ഏതാണെന്നറിയാമോ? ചെന്നൈയാണ് അല്ലേ. ചെന്നൈയാണ്. ആദ്യം മദ്രാസ് സംസ്ഥാനം എന്നാണ് പറഞ്ഞിരുന്നത്. പിന്നീട് അത് മദ്രാസ് എന്നുള്ള പേര് പോയിട്ട് 1969 ആയപ്പോഴും തമിഴ്നാട് എന്ന പേര് സ്വീകരിച്ചിട്ട് പിന്നെ അത് സ്റ്റേറ്റായിട്ട് രൂപം കൊള്ളുന്നത് 1950 ജനുവരി 26 ശരിക്കും സ്റ്റേറ്റായിട്ട് രൂപം കൊള്ളുന്നുണ്ട്. അപ്പോൾ മദ്രാസ് സ്റ്റേറ്റ് ആയിരുന്നു. പിന്നെ 1969 തമിഴ്നാട് എന്ന പേരിൽ അറിയപ്പെടുന്നത് അല്ലേ. അപ്പോൾ അതിൽ പേൾ സിറ്റി എന്ന് പറഞ്ഞാൽ തൂത്തുക്കുടിയൊക്കെ തമിഴ്നാട് ഒരുപാട് പ്രത്യേകതയുള്ള സ്ഥലങ്ങളെല്ലാം നമുക്കെല്ലാം കൂടി പറയാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് തമിഴ്നാട്ടിൽ ഏതാണ് ഭാഷ? ലാംഗ്വേജസ് ദെൻ തമിഴാണ് തമിഴ്നാട്ടിലെ ലാംഗ്വേജ്. ഇതാണ് തമിഴ്നാട് അല്ലേ. തമിഴ്നാട് ഓക്കെ. ജസ്റ്റ് നൈബറിങ് സ്റ്റേറ്റ്. ദെൻ കർണാടകയിൽ ഏതാ ലാംഗ്വേജ് എന്നറിയാമോ? കന്നഡയാണ്. കർണാടകയിൽ കന്നഡയാണ്. ക്യാപിറ്റൽ എന്ന് പറയുന്ന ക്യാപിറ്റൽ ബംഗളൂരു ആണ്. ഒരുവിധം എല്ലാ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുമായിട്ടും അതിർത്തി പങ്കിടുന്ന രാജ്യമാണിത് കർണാടക അല്ലേ. ഗോവയുമായിട്ടുണ്ട്, കേരളവുമായിട്ടുണ്ട്, തമിഴ്നാടുമായിട്ടുണ്ട് അല്ലേ. പിന്നെ ഇപ്പുറത്ത് ഏതാണ് വരുന്നത്? മഹാരാഷ്ട്രയുമായിട്ടും അതിർത്തി പങ്കിടുന്നു. ഒരുവിധം ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുമായിട്ടെല്ലാം അതിർത്തി പങ്കിടുന്ന സംസ്ഥാനമാണ്, സ്റ്റേറ്റാണ് ഏത്? കർണാടക. 1956 നവംബർ 1 തന്നെയാണ് കർണാടക സംസ്ഥാനവും രൂപം കൊണ്ടത് അല്ലേ. പിന്നെ ഇലക്ട്രോണിക് സിറ്റി ഓഫ് ഇന്ത്യ, ഇന്ത്യയിലെ ഇലക്ട്രോണിക് സിറ്റി എന്നറിയപ്പെടുന്ന ബംഗളൂരു എവിടെയാണ്? കർണാടകയിലാണ് അല്ലേ. പിന്നെ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഡെഡിക്കേറ്റഡ് ഇൻഫർമേഷൻ ടെക്നോളജിയുള്ള സ്റ്റേറ്റായിട്ട് പ്രഖ്യാപിച്ചതും കർണാടകയാണ്. ഒരുപാട് പ്രത്യേകതകളുണ്ട് അല്ലേ. നമുക്ക് നെക്സ്റ്റ് നോക്കാം. ഇറ്റ് ഈസ് ദ നെക്സ്റ്റ് സ്റ്റേറ്റ് മഹാരാഷ്ട്ര. ദിസ് ഈസ് മഹാരാഷ്ട്ര. മഹാരാഷ്ട്രയിലെ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ മറാത്തിയാണ് മഹാരാഷ്ട്രയുടെ ലാംഗ്വേജ്. ക്യാപിറ്റൽ മുംബൈയാണ് അല്ലേ. മുംബൈ പറഞ്ഞത് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ മുംബൈയിലാണ് അല്ലേ. പിന്നെ 1960 മെയ് 1 മഹാരാഷ്ട്ര സ്റ്റേറ്റ് രൂപം കൊണ്ടത്. അജന്ത, എല്ലോറ തുടങ്ങിയ ഗുഹാക്ഷേത്രങ്ങളൊക്കെ ഉള്ള സ്റ്റേറ്റാണ്. ഒരുപാട് പ്രത്യേകതകളുണ്ട് എല്ലാ സ്റ്റേറ്റിനും, എല്ലാം നമുക്ക് പറയാൻ പറ്റില്ല. ഏതാണ് പിന്നെ ലാംഗ്വേജ് ഏതാണ്? മഹാരാഷ്ട്രയിൽ മറാത്തിയാണ് കേട്ടോ. മഹാരാഷ്ട്രയിലെ ലാംഗ്വേജ് മറാത്തിയാണ്. നമുക്ക് ഇറ്റ് ഈസ് നെക്സ്റ്റ്. ഇവിടെ ഒരു സ്റ്റേറ്റ്, ചെറിയൊരു സ്റ്റേറ്റ് ഉണ്ട് കേട്ടോ. ചെറിയൊരു സ്റ്റേറ്റ് ഉണ്ട്. ഇതാണ് ഗോവ. ദി സ്മോളസ്റ്റ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ, ഗോവ. ഗോവയിലെ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ കൊങ്കണിയാണ്. ഇതാണ് കൊങ്കണിയാണ് ഗോവയിലെ ലാംഗ്വേജ്. ക്യാപിറ്റൽ പനാജിയാണ്. ഏറ്റവും കൂടുതൽ കാലം വിദേശികളുടെ ഭരണത്തിന് കീഴിലുള്ള ആതിഥ്യത്തിന് കീഴിലായ ഒരു സ്റ്റേറ്റാണ് ഇത് ഗോവ. 1987 മെയ് 30 ഗോവ സ്റ്റേറ്റായിട്ട് ഈ ഇതിൽ സ്റ്റേറ്റായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടത്. പിന്നെ ഗാന്ധിജി ദിനത്തിലെ അവധിയാണ് നമുക്ക് എല്ലാവർക്കും അല്ലേ. അങ്ങനെ അവധി വേണ്ട എന്ന് തീരുമാനിച്ച ആദ്യത്തെ സ്റ്റേറ്റാണ് ഇത് ഗോവ. അപ്പോൾ ഗോവയിൽ ഗാന്ധി ജയന്തി ഡേറ്റിന് അവധിയില്ല. പിന്നെന്താ പ്രത്യേകത? സ്മോളസ്റ്റ് സ്റ്റേറ്റാണ്. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സ്റ്റേറ്റാണ് ഗോവ. ജസ്റ്റ് ലാംഗ്വേജ് കൊങ്കണിയാണ് ലാംഗ്വേജ് കേട്ടോ. ഗോവയിലെ ഭാഷ കൊങ്കണിയാണ്. നമുക്ക് നെക്സ്റ്റ് സ്റ്റേറ്റ് നോക്കാം. ദിസ് ഈസ് ആന്ധ്രാപ്രദേശ് കേട്ടോ. ആന്ധ്രാപ്രദേശിലുള്ള ഭാഷ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തെലുങ്കാണ്. ക്യാപിറ്റൽ അമരാവതിയാണ്. ആന്ധ്രാപ്രദേശിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നതാണ്. അപ്പോൾ അങ്ങനെ സ്റ്റേറ്റ് മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഹൈദരാബാദായിരുന്നു ആദ്യം, പിന്നെയാണ് അമരാവതിയായി. ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിരിക്കുന്നു. ആന്ധ്രാപ്രദേശ് വിഭജിച്ചിട്ടാണിത് ഒരു പുതിയ സ്റ്റേറ്റ് രൂപം കൊണ്ട് തെലുങ്കാന എന്ന് പറയുന്ന
സ്റ്റേറ്റ് രൂപം കൊണ്ടത്. അപ്പോൾ ആന്ധ്രാപ്രദേശിൻ്റെ ലാംഗ്വേജ് തെലുങ്കാണ്. അത് പിന്നെ ഭാഷാപരമായിട്ട് ആദ്യം രൂപം കൊണ്ട സ്റ്റേറ്റാണ്. ആദ്യം രൂപം കൊണ്ടത് ആന്ധ്രയായിരുന്നു. അന്ന് ആന്ധ്രാപ്രദേശ് എന്നുള്ള പേര് സ്വീകരിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് കുറച്ച് പ്രദേശങ്ങൾ കൂടി കൂട്ടിച്ചേർന്നതിന് ശേഷമാണ് ആന്ധ്രാപ്രദേശ് എന്ന സ്റ്റേറ്റ് രൂപം കൊണ്ടത്. 1953 ഒക്ടോബർ 1 ആന്ധ്ര സംസ്ഥാനം രൂപം കൊണ്ടത്. പിന്നീട് 1956 പിന്നെ 56 ഹൈദരാബാദിലെ 9 ജില്ലകൾ കൂടി കൂട്ടിച്ചേർത്തിട്ടാണ് ആന്ധ്രാപ്രദേശ് എന്ന സംസ്ഥാനമായിട്ട് മാറുന്നത്. പിന്നെ ഭാഷ എന്ന് പറയുന്ന ലാംഗ്വേജ് തെലുങ്കാണ്. ക്യാപിറ്റൽ അമരാവതിയാണ്. ആദ്യം ഹൈദരാബാദായിരുന്നു. ഓക്കെ. ആന്ധ്രാപ്രദേശ് വിഭജിച്ച് തന്നെയാണ് ഏതാണ്ട് തെലുങ്കാന എന്ന് പറയുന്ന ഈ സ്റ്റേറ്റ്. തെലുങ്കാന ആന്ധ്രാപ്രദേശിൻ്റെ ഭാഗമാണ് തെലുങ്കാന. അപ്പോൾ അതിൽ നമുക്ക് ആ വാക്കിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം എന്താണ് ഭാഷ തെലുങ്ക് ആണ്. ഏറ്റവും അവസാന രൂപം കൊണ്ട സ്റ്റേറ്റാണ് തെലുങ്കാന. 2014 ജൂൺ 2 തെലുങ്കാന സ്റ്റേറ്റ് രൂപം കൊണ്ടത്. ലാംഗ്വേജ് തെലുങ്കാണ്. ആന്ധ്രാപ്രദേശിലും തെലുങ്കാണ്. അതിൻ്റെ ഭാഗമായി മറ്റു സ്റ്റേറ്റ് രൂപം കൊണ്ട തെലുങ്കാനയിലും തെലുങ്കാണ്. തെലുങ്കാനയുടെ ക്യാപിറ്റലാണ് ഇപ്പം ഹൈദരാബാദ്. ഹൈദരാബാദിനെ ടിൻസ് സിറ്റി എന്ന് വിളിക്കുന്നത് ഹൈടെക് സിറ്റിയാണ് അല്ലേ. ടിൻസ് സിറ്റി എന്ന് വിളിക്കുന്നത് ഹൈദരാബാദും സെക്കന്ദരാബാദും ചേർന്നതാണ്. ഹൈടെക് സിറ്റിയാണ് ഹൈദരാബാദ്. അതാണ് തെലുങ്കാനയുടെ ക്യാപിറ്റൽ. അപ്പോൾ തെലുങ്കാനയിലാണ് നമ്മുടെ കോഹിനൂർ രത്നം കേട്ടിട്ടില്ലേ? ഫേമസ് ആണ് രത്നം, കോഹിനൂർ രത്നം അല്ലേ. തെലുങ്കാനയിലെ ഗോൽക്കൊണ്ട ഖനികളിൽ നിന്നാണ് അത് ലഭിച്ചിരിക്കുന്നതെന്നാണ് പറയുന്നത്. ഇനി നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് അത് ഛത്തീസ്ഗഡ് ആണ് ഗ്രീൻ കളറിൽ. ഛത്തീസ്ഗഡ് നെക്സ്റ്റ് സ്റ്റേറ്റ്. ഛത്തീസ്ഗഡിലെ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഹിന്ദിയാണ് ഛത്തീസ്ഗഡിലെ ലാംഗ്വേജ്. ക്യാപിറ്റൽ റായ്പൂരാണ്. ഗ്രീനസ്റ്റ് സ്റ്റേറ്റ് എന്നാണ് പറയുന്നത്. ഗ്രീനസ്റ്റ് സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ എന്നാണ് ഛത്തീസ്ഗഡിൻ്റെ. ഗ്രീൻ കളർ തന്നെയാണ് അല്ലേ. ഗ്രീൻ കളർ തന്നെയാണ് താനും. ഗ്രീനസ്റ്റ് സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ എന്നാണ് എന്നെ വിളിക്കുന്നത്, ഛത്തീസ്ഗഡിനെ വിളിക്കുന്നത്. 36 കോട്ടകളുടെ പിന്നെ നാട് എന്നുള്ളതൊക്കെയാണ് സ്റ്റേറ്റിനെ വിളിക്കുന്നത്. 36 കോട്ടകൾ ചേർന്ന നാടാണ് ഏത് ഛത്തീസ്ഗഡ് എന്നൊക്കെ വിളിക്കുന്നുണ്ട്. ഛത്തീസ്ഗഡിലെ ഏതാണ് ലാംഗ്വേജ്? ഹിന്ദിയാണ്. നെക്സ്റ്റ് നമുക്ക് ഇത് നോക്കാം. ഒറീസ എന്ന് ആദ്യം വിളിച്ചിരുന്നു. ഇപ്പോൾ ഒഡീഷ എന്നാണ് പേര്. ഒറീസ എന്നായിരുന്നു ആദ്യം വിളിച്ചിരുന്നത്. ഇപ്പോൾ ഒഡീഷ എന്നാണ് പേര്. ഒഡീഷ ലാംഗ്വേജ് ഒറിയയാണ്. ക്യാപിറ്റൽ ഭുവനേശ്വരാണ്. ഇന്ത്യയുടെ ആത്മാവ് എന്നറിയപ്പെടുന്ന സ്റ്റേറ്റാണ്. 1956 നവംബർ 1 തന്നെയാണ് രൂപം കൊണ്ടത്. ഒറീസ, ഈ യെല്ലോ കളർ ഒറീസ ഇന്ത്യയുടെ ആത്മാവ് എന്നറിയപ്പെടുന്ന സ്റ്റേറ്റാണ്. 1956 നവംബർ 1 തന്നെയാണ് രൂപം കൊണ്ടിരിക്കുന്നത്. ഇന്ത്യയുടെ ഫേമസ് റൂർക്കേല ഒറീസ. ഇന്ത്യയുടെ ഫേമസ് ഇൻഡസ്ട്രിയായ റൂർക്കേല ഇരുമ്പുരുക്ക് ശാല എവിടെയാണ്? ഒറീസയിലാണ്. ഒറീസ എന്നുള്ളത് ഇപ്പോൾ ഒഡീഷ എന്നാണ് അറിയപ്പെടുന്നത്. ലാംഗ്വേജ് ഒറിയയാണ്. ഓക്കെ. ഇനി നെക്സ്റ്റ് ഇതാണ് നോക്കാം. ജാർഖണ്ഡ് എന്ന് പറയുന്ന സ്റ്റേറ്റ്. ജാർഖണ്ഡ് സ്റ്റേറ്റിലെ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഹിന്ദിയാണ്. ജാർഖണ്ഡ് സ്റ്റേറ്റിലെ ലാംഗ്വേജ് ഏതാണ്? ഹിന്ദിയാണ്. റാഞ്ചിയാണ് ക്യാപിറ്റൽ വരുന്നത്. ബൊക്കാറോ സ്റ്റീൽ ഇൻഡസ്ട്രിയൊക്കെ പിന്നെ ജാർഖണ്ഡിലാണ്. നവംബർ 15 2000 ഏത് രൂപം കൊണ്ടിരിക്കുന്നത്? ജാർഖണ്ഡ് എന്ന സ്റ്റേറ്റ് രൂപം കൊണ്ടിരിക്കുന്നത്. ജാർഖണ്ഡ് 2000 നവംബർ മാസത്തിലാണ് ജാർഖണ്ഡ് രൂപം കൊണ്ടിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് ഏതാണ് നോക്കാം. നെക്സ്റ്റ് ഏതാണ്? ജാർഖണ്ഡിൻ്റെ അടുത്ത് ബീഹാർ, യെല്ലോ കളർ. ജാർഖണ്ഡിനടുത്ത് ബീഹാർ അല്ലേ. കണ്ടോ? ബീഹാറിൽ ഏതാ ലാംഗ്വേജ് എന്ന് അറിയാമോ? ബീഹാറിൽ ഹിന്ദിയാണ്. ബീഹാറിൻ്റെ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ പാറ്റ്നയാണ്. ഹിന്ദിയാണ് പിന്നെ ബീഹാറിൻ്റെ ലാംഗ്വേജ്. പാറ്റ്നയുടെ പഴയ പേരാണ് പാടലിപുത്രം എന്നൊക്കെ ഹിസ്റ്ററി പഠിക്കുമ്പോൾ നിങ്ങളിനി ഒരു വീട്ടിലാകുമ്പോൾ പഠിക്കുമ്പോൾ പാടലിപുത്രം എന്നാണ് പേര്. 1956 ജനുവരി 26 അത് രൂപം കൊണ്ടത്. അപ്പോൾ ഏതാണ് ബീഹാറിൻ്റെ ലാംഗ്വേജ്? ഹിന്ദിയാണ് അല്ലേ. ബീഹാർ വളരെ ഫേമസ് സ്ഥലമാണ്. നമ്മുടെ
ബുദ്ധമതത്തിൻ്റെ ഗൗതമ ബുദ്ധനല്ലേ ബുദ്ധമതത്തിൻ്റെ സ്ഥാപകനല്ലേ, അദ്ദേഹത്തിന് നിർവ്വാണം കിട്ടിയ സ്റ്റേറ്റാണ്. ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഓക്കെ, നമുക്ക് ബീഹാറിൻ്റെ അടുത്ത് ഏതാണ് അടുത്ത സ്റ്റേറ്റ് നോക്കാം. ഏതാണ്? ഉത്തർപ്രദേശ്. ഉത്തർപ്രദേശിലെ ലാംഗ്വേജും ഹിന്ദിയാണ്. ഉത്തർപ്രദേശിൽ ഏതാണ് ലാംഗ്വേജ്? ഹിന്ദി. ഉത്തർപ്രദേശ് ഹിന്ദിയാണ്. ക്യാപിറ്റൽ ലക്നോ ആണ്. ദി മോസ്റ്റ് പോപ്പുലർ സ്റ്റേറ്റ് ഇൻ ഇന്ത്യയാണ് ഉത്തർപ്രദേശ്. ദി മോസ്റ്റ് പോപ്പുലർ സ്റ്റേറ്റ് ആണ് ഉത്തർപ്രദേശ്. അവിടെയാണ് ത്രിവേണി സംഗമം ഉള്ളത് അല്ലേ? ഗംഗ, യമുന, പിന്നെ സരസ്വതി പറഞ്ഞ നദികൾ ചേരുന്ന ത്രിവേണി സംഗമം എവിടെയാണ്? ഉത്തർപ്രദേശിലാണ്. 1909 ജനുവരി 24 ഉത്തർപ്രദേശ് സംസ്ഥാന രൂപം കൊള്ളുന്നത് അല്ലേ? നമ്മുടെ താജ്മഹലൊക്കെ ഇല്ലേ? താജ്മഹൽ കേട്ടില്ലേ? വണ്ടേഴ്സ് ഓഫ് ദി വേൾഡിൽ ഒന്നാണല്ലേ, വൺ ഓഫ് ദി വണ്ടേഴ്സ് ഓഫ് ദി വേൾഡ്. താജ്മഹൽ ആഗ്ര നദിയുടെ അല്ലേ, ആഗ്രയിലെ യമുന നദിയുടെ തീരത്തുള്ള താജ്മഹലൊക്കെ എവിടെയാണ്? ഉത്തർപ്രദേശിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഉത്തർപ്രദേശ് കണ്ടില്ലേ? നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് ഏതാണ് നമുക്ക്? ഇങ്ങോട്ട് നോക്കാം. ഈ ഓറഞ്ച് കളർ മധ്യപ്രദേശ് കണ്ടില്ലേ? മധ്യപ്രദേശ് ആദ്യം ഏറ്റവും വലിയ സ്റ്റേറ്റ് ആയിരുന്നു. അതാണ് പിന്നെ ഛത്തീസ്ഗഡായിട്ട് ഡിവൈഡ് ചെയ്തത്. ഇത്രയും വലിയ സ്റ്റേറ്റ് ആയിരുന്നു ആദ്യം മധ്യപ്രദേശ് കേട്ടോ. അത് ഡിവൈഡ് ചെയ്തപ്പോൾ ഛത്തീസ്ഗഡ് ആയിരിക്കുന്നത്. അപ്പോൾ ഇതാണ് മധ്യപ്രദേശ്. അപ്പോൾ മധ്യപ്രദേശിലെ ലാംഗ്വേജ് ഏതാണ്? ഹിന്ദി തന്നെയാണ്. ക്യാപിറ്റൽ എവിടെയാണ്? ഭോപ്പാൽ. മധ്യപ്രദേശിലെ ലാംഗ്വേജ് ഹിന്ദിയാണ്. ദി ടൈഗർ സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ എന്നാണ് മധ്യപ്രദേശിനെ അറിയപ്പെടുന്നത്. എല്ലാത്തിനും വിശേഷണങ്ങളുണ്ട്. അതൊന്നും പറയാൻ നമുക്ക് ഒരുപാട് സമയം വേണ്ടി വരും. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് പോയിന്റ് ചെയ്യാന്ന് മാത്രമേ ഉള്ളൂ. ലാംഗ്വേജ് പറയുന്നതിനോടൊപ്പം 1-2 പോയിന്റ്സ് കൂടി നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്ന് മാത്രമേ ഉള്ളൂ. വിശേഷണങ്ങൾ ഒരുപാടുണ്ട് നമ്മുടെ ഓരോ സ്റ്റേറ്റിനും. ഓക്കെ, അപ്പോൾ എന്താണ്? ഇത് ടൈഗർ സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ എന്നാണ് മധ്യപ്രദേശിനെ അറിയപ്പെടുന്നത്. ഹിന്ദിയാണ് മധ്യപ്രദേശിലെ ലാംഗ്വേജ്. ഓക്കെ, നെക്സ്റ്റ് ഏതാന്ന് നോക്കാം. നെക്സ്റ്റ് ഇതാ ഗ്രീൻ കളറിലാണ് ഗുജറാത്ത്. ഇതാണ് ഗുജറാത്ത് എന്ന് പറയുന്നത്. ഗുജറാത്ത് കേൾക്കുമ്പോൾ നമുക്ക് ആരെ ഓർമ്മ വരും? അവർ ഫാദർ ഓഫ് നേഷൻ അല്ലേ? ഗാന്ധിജിയുടെ നാടാണ്. ഗാന്ധി ഗുജറാത്തിലെ പോർബന്തറിലാണ് ജനിച്ചത് അല്ലേ? ക്യാപിറ്റൽ ഗാന്ധിനഗറാണ്. 1960 മെയ് 1 ഗുജറാത്ത് സ്റ്റേറ്റ് രൂപം കൊള്ളുന്നത്. ഇതാണ് അല്ലേ? കടൽ തീരത്തിലെ ഏറ്റവും ഇങ്ങനെ കടലിലേക്ക് നിൽക്കുന്ന ഈ ഭാഗം അല്ലേ? ഏറ്റവും അല്ലേ? ഇതാണ് ഇത് ഗുജറാത്ത് സ്റ്റേറ്റ്. ഗുജറാത്തിലെ ലാംഗ്വേജ് അതെന്നാ പറയുന്നത്? ഗുജറാത്തി. ഗുജറാത്തിലെ ലാംഗ്വേജ് ഗുജറാത്തിയാണ്. നെക്സ്റ്റ് ഏതാ നോക്കാം. യെല്ലോ കളറിൽ ഏതാണ്? രാജസ്ഥാൻ്റെ പ്രത്യേകത എന്താണ്? ദി ബിഗ്ഗസ്റ്റ് സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ അല്ലേ? ഏറ്റവും വലിയ അല്ലേ? ബിഗ്ഗസ്റ്റ് സ്റ്റേറ്റ് ആണ്. കണ്ടില്ലേ? അതിൽ വെച്ചിട്ട് ഏറ്റവും വലിയ സ്റ്റേറ്റ്, നമ്മുടെ ഏറ്റവും വലിയ സ്റ്റേറ്റ് ആണ്. പിന്നെ നമ്മുടെ ഏതാണ്? ഹോട്ടസ്റ്റ് പ്ലേസ് ഇൻ ഇന്ത്യയാണ് അല്ലേ? ഹോട്ടസ്റ്റ് പ്ലേസ് ആണ് രാജസ്ഥാൻ. പിന്നെ എന്താണ്? ഗ്രേറ്റ് ഇന്ത്യൻ ഡെസേർട്ട് ഇല്ലേ? അത് രാജസ്ഥാനാണ്. താർ ഡെസേർട്ടില്ലേ? താർ മരുഭൂമി രാജസ്ഥാനിലാണ് അല്ലേ? അടുത്ത ഏതാണ് ലാംഗ്വേജ് എന്നറിയാമോ? രാജസ്ഥാനിയാണ്. രാജസ്ഥാനിലെ ലാംഗ്വേജ്. 1949 മാർച്ച് 30 ഇത് രൂപം കൊണ്ടത്. പണ്ട് രജപുത്താന എന്നൊക്കെ വിളിച്ചിരുന്ന സ്റ്റേറ്റാണ് പിന്നീട് രാജസ്ഥാൻ ആയി മാറിയത്. ലാംഗ്വേജ് രാജസ്ഥാനിയാണ്. നെക്സ്റ്റ് ഏതാ നോക്കാം. നെക്സ്റ്റ് ഇതാ ഹരിയാന കണ്ടില്ലേ? ഹരിയാന ലാംഗ്വേജ് ഹിന്ദിയാണ്. ക്യാപിറ്റൽ ചണ്ഡീഗഡാണ്. ഹരിയാനയുടെ ക്യാപിറ്റൽ ഹിന്ദിയാണ്. വീവേഴ്സ് സിറ്റി ഓഫ് ഇന്ത്യ എന്നാണ്. ഇന്ത്യയാണ് ഹരിയാന അറിയപ്പെടുന്നത്. പിന്നെ ഹരിയാന വിളിക്കുന്ന മറ്റൊരു പേരാണ് ഹരിയാന വിളിക്കുന്ന മറ്റൊരു പേരാണ് മിൽക്ക് ബൗൾ ഓഫ് ഇന്ത്യ എന്നാണ് ഹരിയാന അറിയപ്പെടുന്ന മറ്റൊരു പേര്. 1966 നവംബർ 1 ഹരിയാന രൂപം കൊള്ളുന്നത്. ഏതാണ് ലാംഗ്വേജ്? ഹിന്ദിയാണ്. നെക്സ്റ്റ് സ്റ്റേറ്റ് ഇതാ പഞ്ചാബ്. കാണുന്നുണ്ടോ? പഞ്ചാബ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്? 5 നദികളുടെ നാടാണ് പഞ്ചാബ്. കണ്ടില്ലേ? 5 നദികളുടെ നാടാണ് പഞ്ചാബ്. പഞ്ചാബിൻ്റെയും ഹരിയാനയുടെയും ഒരേ ക്യാപിറ്റലാണ്. ഏതാണ്? ചണ്ഡീഗഡ് തന്നെയാണ്. 1966 നവംബർ 1 പഞ്ചാബ് രൂപം കൊള്ളുന്നത്. പഞ്ചാബിൻ്റെയും ഹരിയാനയുടെയും ക്യാപിറ്റൽ ചണ്ഡീഗഡ് തന്നെയാണ്. പഞ്ചാബിൻ്റെ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ പഞ്ചാബിയാണ്. ഹരിയാനയിൽ ഹിന്ദിയാണ്. തൊട്ട് പഞ്ചാബിൽ പഞ്ചാബി ഭാഷയാണ് സംസാരിക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് ഏതാ നോക്കാം. ഉത്തരാഞ്ചൽ. ഉത്തർഗഡ് എന്ന് പറയും. ഉത്തരാഞ്ചൽ എന്ന് പറയും. ഉത്തരാഞ്ചൽ 2000-ലാണ് ഉത്തരാഞ്ചൽ രൂപം കൊള്ളുന്നത്. ഹിന്ദി തന്നെയാണ് ഉത്തരാഞ്ചലിലത്തെ ഭാഷ. ലാംഗ്വേജ് ഏതാണ്?
ഹിന്ദിയാണ് ഉത്തരാഞ്ചൽ. ഉത്തരാഞ്ചൽ മലയാളത്തിൽ പറയും, ഉത്തർഗഡ് എന്നും പേരുന്നു. ഓക്കെ, അപ്പോൾ അത് 2000-ലാണ് രൂപം കൊള്ളുന്നത്. അപ്പോൾ ടൂറിസം ഇൻഡസ്ട്രിക്ക് പേര് കേട്ട സ്റ്റേറ്റാണ് ഉത്തരാഞ്ചൽ, ഉത്തർഗഡ്. നൈനിറ്റാളൊക്കെ അല്ലേ, നൈനിറ്റാൾ എന്ന് കേട്ടില്ലേ, നൈനിറ്റാളൊക്കെ ഉത്തർഗഡിലാണ്. നെക്സ്റ്റ് ഏതാണ് വരുന്നത്? ഹിമാചൽ പ്രദേശ്, യെല്ലോ കളർ, ഹിമാചൽ പ്രദേശ്. നെക്സ്റ്റ് ഹിമാചൽ പ്രദേശിലെ ലാംഗ്വേജ് ഹിന്ദിയാണ്. ഉത്തരാഞ്ചലും ഉത്തർഖണ്ഡിലും ഹിന്ദിയാണ്, ഹിമാചൽ പ്രദേശിലും ഹിന്ദിയാണ്. പിന്നെ വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് ഫ്രൂട്ട് പ്രോസസ്സിംഗ് പ്ലാന്റ്സ് ഇൻ ഏഷ്യയിലെ തന്നെ ഫ്രൂട്ട് പ്രോസസ്സിംഗ് സ്റ്റേറ്റാണ് ഏത്? ഹിമാചൽ പ്രദേശ്. 1971 ജനുവരി 25-നാണ് ഇത് രൂപം കൊള്ളുന്നത്, ഹിമാചൽ പ്രദേശ് രൂപം കൊള്ളുന്നത്. ലാംഗ്വേജ് ഏതാണ്? ഹിന്ദി തന്നെയാണ്. ക്യാപിറ്റൽ ഷിംലയാണ്. ഹിമാചൽ പ്രദേശ് കണ്ടില്ലേ? നെക്സ്റ്റ് ഏതാണ്? ഹിമാചൽ പ്രദേശ് കഴിഞ്ഞാൽ പിന്നെ ഈ കാണുന്ന ഏറ്റവും അറ്റത്തുള്ള സ്റ്റേറ്റ് ഏതാണ്? എവറസ്റ്റ് കൊടുമുടി പോലെ തന്നെ ഉയർന്നു നിൽക്കുന്നത് അല്ലേ, അതാണ് വിവാദ ഭൂമി. അതാണ് ജമ്മു കാശ്മീർ അല്ലേ. എന്നും പ്രശ്നങ്ങൾ നടക്കുന്ന കാർഗിൽ യുദ്ധമൊക്കെ അല്ലേ, എന്നും പ്രശ്നങ്ങളായിരുന്നു. നമ്മുടെ ജവാന്മാരൊക്കെ കാത്ത് സംരക്ഷിച്ച് നിൽക്കുന്ന അല്ലേ, അതിർത്തി കാക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ജമ്മു കാശ്മീർ എന്നും വിവാദ ഭൂമിയാണല്ലേ. ആ ജമ്മു കാശ്മീരിൽ ഏതാണ് ഭാഷ എന്നറിയാമോ? ഉറുദാണ് അല്ലേ. എന്നും പ്രശ്നങ്ങളാണ്. 1954 മുതൽ തന്നെ പ്രശ്നങ്ങളാണ്. രൂപം കൊള്ളലും ഒരുപാട് പ്രത്യേകതകളാണ്. ഏറ്റവും കൂടുതൽ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവരുള്ള സ്റ്റേറ്റാണ്. വർഗീയതയായിട്ട് പറയല്ല കേട്ടോ, അങ്ങനെ കാസ്റ്റ് ബേസിൽ പറയല്ല, അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. പിന്നെ പാകിസ്ഥാൻ്റെ ഏരിയയാണല്ലേ, എന്നും യുദ്ധങ്ങളും വിവാദങ്ങളൊക്കെ നടക്കുന്ന നമ്മുടെ ഏരിയയാണ് ജമ്മു കാശ്മീർ. 2 തലസ്ഥാനമുണ്ട്, ശ്രീനഗറുണ്ട്, ജമ്മു ഉണ്ട്. ഒന്ന് മഞ്ഞുകാലത്ത് ഒരു തലസ്ഥാനമുണ്ട്, പിന്നെ സമ്മറിൽ വേറെ സ്ഥലത്തേക്ക് മാറ്റും. കാലാവസ്ഥയുടെ പിന്നെ പ്രത്യേകത കൊണ്ടാണ് അങ്ങനെ 2 ക്യാപിറ്റൽസ് ഉണ്ട്. അത് വേൾഡ് ഫേമസ് അല്ലേ, അമരാവതി കേവ്സൊക്കെ ഇവിടെയാണ്. പിന്നെ എന്താണ് കാശ്മീരിനെ അറിയപ്പെടുന്നത്? പാരഡൈസ് ഓൺ എർത്ത് എന്നാണ്, ഭൂമിയിലെ സ്വർഗം എന്നാണ് കാശ്മീരിനെ അറിയപ്പെടുന്നത് അല്ലേ. കാശ്മീരിൽ കുങ്കുമപ്പൂക്കളൊക്കെ ഉണ്ടാകുന്ന നല്ല ക്ലൈമറ്റാണ്, എപ്പോഴും മഞ്ഞ് വീഴ്ചയാണ് അല്ലേ. നമ്മുടെ നമ്മുടെ ഹിമാലയൻ മൗണ്ടനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ്. ഇത് നോർത്തേൺ സ്റ്റേറ്റാണ്, ഏറ്റവും അറ്റത്തുള്ള അല്ലേ. ഹിമാലയത്തിലേക്ക് അങ്ങനെ തല വെച്ചിട്ട് ഹിമാലയത്തിൻ്റെ മടിത്തട്ടിൽ അങ്ങനെ കിടക്കുകയാണ് അല്ലേ. അത് 1954 മുതലേ വിവാദമാണ് അല്ലേ. അങ്ങനെ 2019-ലാണ് ശരിക്കും, ഒക്ടോബർ 30-നാണ് ശരിക്കും ഇത് അംഗീകരിക്കുന്നല്ലേ. ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ജമ്മു കാശ്മീരിൽ അല്ലേ. അപ്പോൾ അവിടുത്തെ ഭാഷ എന്താ നമുക്ക് അറിയേണ്ടത് അല്ലേ. നോർത്തേൺ മോസ്റ്റ് സ്റ്റേറ്റാണ്. ഭാഷ ഏതാണ്? ലാംഗ്വേജ് ഉറുദു ആണ്. ഇനി നമുക്ക് ഇങ്ങനെ വന്നില്ലേ, ഇവിടെ നിന്ന് ഇങ്ങനെ വന്ന് മീതെത്തിയില്ലേ. അത് നമ്മുടെ സ്റ്റേറ്റ് നോക്കിയിട്ട് സ്റ്റേറ്റ് ഇവിടെ നിന്ന് ഇങ്ങനെ പറഞ്ഞ് നമ്മൾ ഇവിടെ എത്തി മീതെത്തി അല്ലേ. ഇനി നമുക്ക് വീണ്ടും ഇങ്ങോട്ട് പോകാം. അത് ഈസ്റ്റേൺ പാർട്ടിലേക്ക് പോകാം അല്ലേ. അവിടെ ഏതാണ്? അവിടെ നമുക്ക് ഈ അറ്റത്ത് ബാലൻസ് ഉണ്ടല്ലേ പറയാം അല്ലേ. ഈ അറ്റത്ത് നമുക്ക് പറയാനുള്ളത് എന്താണ്? വെസ്റ്റ് ബംഗാൾ, പശ്ചിമ ബംഗാൾ അല്ലേ. ബംഗാൾ എന്ന് പറയുമ്പോൾ നമുക്ക് 1950 ജനുവരി 26-നാണ് പശ്ചിമ ബംഗാൾ രൂപം കൊള്ളുന്നത്. ഒരുപാട് മഹാന്മാരെ നമുക്ക് സമ്മാനിച്ച നാടാണ് പശ്ചിമ ബംഗാൾ അല്ലേ. ബംഗാൾ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എന്താണ്? രവീന്ദ്രനാഥ് ടാഗോറിന് ഓർമ്മ വരും അല്ലേ. നമ്മുടെ നാഷണൽ ആന്തം എഴുതിയ രവീന്ദ്രനാഥ് ടാഗോർ ഉണ്ട്. പിന്നെ ബങ്കിംചന്ദ്ര ചാറ്റർജി, ഈശ്വരചന്ദ്ര വിദ്യാസാഗർ, ശ്രീരാമകൃഷ്ണ പരമഹംസർ, വിവേകാനന്ദ അല്ലേ, രാജാറാം മോഹൻ റോയ്, സുഭാഷ് ചന്ദ്ര ബോസ്, ചിത്തരഞ്ജൻ ദാസ് അല്ലേ, അതുപോലെ ജഗദീഷ് ചന്ദ്ര ബോസ്, CV രാമൻ, അമർത്യാസൻ, മൃണാൾ സെൻ, സത്യജിത്ത് റേ, അങ്ങനെ ഒരുപാട് ഫേമസ് മഹാന്മാരെ നമുക്ക് സമ്മാനിച്ച നാടാണേത്? വെസ്റ്റ് ബംഗാൾ അല്ലേ. വെസ്റ്റ് ബംഗാളിൻ്റെ ഏതാണ് ക്യാപിറ്റൽ എന്നറിയാമോ? കൊൽക്കത്ത അല്ലേ. അവർ കൾച്ചറൽ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യയാണ്. നമ്മളുടെ ഇന്ത്യയുടെ സാംസ്കാരിക തലസ്ഥാനമാണിത്. പിന്നെ പശ്ചിമ ബംഗാൾ എന്ന് പറയുന്നത്. അവിടുത്തെ ഭാഷ ഏതാണെന്നറിയാമോ? ബംഗാളിയാണ്. ഓർക്കാൻ എളുപ്പമാണ്. പശ്ചിമ ബംഗാളിൻ്റെ ലാംഗ്വേജ് ബംഗാളിയാണ്. ഒരുപാട് പ്രത്യേകതയുള്ള നാടാണ് അല്ലേ. അറ്റത്ത് കിടക്കുന്നു. നെക്സ്റ്റ് നോക്കതാ മീതൊക്കെ പോയിട്ടുണ്ടെങ്കിൽ പശ്ചിമ ബംഗാളിൻ്റെ മീതൊക്കെ സിക്കിം ചെറിയ പൊട്ട് പോലെ കണ്ടില്ലേ, സിക്കിം അല്ലേ. സിക്കിം രൂപം കൊണ്ട് 1975 മെയ് 16-നാണ് സിക്കിം രൂപം കൊള്ളുന്നത്. വളരെ ചെറിയൊരു സ്റ്റേറ്റാണ്. ഗാങ്ടോക്കാണ് ക്യാപിറ്റൽ. സിക്കിമിന് എന്താ നമ്മുടെ ലാംഗ്വേജ് എന്നറിയാമോ? നേപ്പാളിയാണ് കേട്ടോ. നേപ്പാളിനോട് ചേർന്ന് കിടക്കുന്ന
സ്റ്റേറ്റാണ് അല്ലേ, നേപ്പാളിനോട് ചേർന്ന് കിടക്കുന്ന സ്റ്റേറ്റ് ആവുകൊണ്ട് തന്നെ സിക്കിമിൽ ഏതാണ് ലാംഗ്വേജ് എന്ന് പറയുന്നത് നേപ്പാളിയാണ് കേട്ടോ. ഇതാണ് സിക്കിം, ഈ ഗ്രീൻ പോർട്ടാണ് കേട്ടോ, ഈ പാർട്ടാണ്. അപ്പോൾ നേപ്പാളിനോട് ചേർന്ന് തന്നെ കിടക്കുന്നു. സിക്കിമിൻ്റെ ലാംഗ്വേജ് എന്ന് പറയുന്നത് എന്താണ്? നേപ്പാളിയാണ്. ഓർക്കിഡിന് ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റേറ്റാണ്. നെക്സ്റ്റ് സിക്കിം ഇങ്ങനെ പോയതാ ഈ ഗ്രീൻ കളറിൽ കാണുന്നതാണ് ആസാം. ഗ്രീൻ കളറിൽ കാണുന്നത് ആസാം, ഏറ്റത്ത് കാണുന്നത് ആസാം. അസം എന്നാണ് വിളിക്കുന്നത്. ഭാഷ എന്ന് പറഞ്ഞാൽ അസാമീസാണ്. ക്യാപിറ്റൽ ദിസ്പൂരാണ്. ആ ഗ്രീൻ കളറിൽ കാണുന്നത് ആസാം. ദി ടീ ഗാർഡൻ ഓഫ് ഇന്ത്യ എന്നാണ് ആസാമിനെ വിളിക്കപ്പെടുന്നത്. ടീ ഗാർഡൻ ഓഫ് ഇന്ത്യ ആസാം. ബ്രഹ്മപുത്ര നദിയൊക്കെ ഒഴുകുന്നതാണ്. ബ്രഹ്മപുത്ര നദിയുടെ ദുഃഖത, ആസാമിൻ്റെ ദുഃഖമാണ് ബ്രഹ്മപുത്ര നദി എന്നാണ് പറയുക കേട്ടോ. ഗ്രീൻ കളർ മനസ്സിലായി, ഗ്രീൻ കളറിൽ കാണുന്നത് ആസാം. 1950 ജനുവരി 26 ആസാം രൂപം കൊള്ളുന്നത്. നെക്സ്റ്റാണ് ആസാം കഴിഞ്ഞില്ലേ ഈ കാണുന്ന ഓറഞ്ച് കളറിൽ കാണുന്നത് കണ്ടില്ലേ, അതാണ് അരുണാചൽ പ്രദേശ്. ഇതാണ് അരുണാചൽ പ്രദേശ്. 2 ഭാഷകളുണ്ട്. മോൺപ എന്നും അഗ എന്ന് പറഞ്ഞ 2 ഭാഷകളുണ്ട് അരുണാചൽ പ്രദേശിൽ. ഇറ്റാനഗറാണ് ക്യാപിറ്റൽ വരുന്നത്. 1972 ജനുവരി 21 അത് ഇങ്ങനെ രൂപപ്പെടുന്നുണ്ട്. പിന്നെ അത് സ്റ്റേറ്റായിട്ട് മാറുന്ന 87 ഫെബ്രുവരി 20 1987 ഫെബ്രുവരി 20 സ്റ്റേറ്റായി രൂപം കൊള്ളുന്നത്. അരുണാചൽ പ്രദേശിൻ്റെ ഭാഷ എന്ന് പറഞ്ഞാൽ 2 ഭാഷകൾ, 2 ലാംഗ്വേജസ് ഉണ്ട്. മോൺപ എന്നും അഗ എന്നും വിളിക്കുന്നു. ഓക്കെ, അത് കഴിഞ്ഞ് അടുത്ത് തന്നെയാണ് ചെറിയ വളരെ ചെറിയ കൊച്ചു സ്റ്റേറ്റ്സുകളാണ് ഇത്. നാഗാലാൻഡ് കണ്ടോ, നാഗാലാൻഡ് വയലറ്റ് കളറിൽ കാണുന്നുണ്ട്. നാഗാലാൻഡ് 1963 ഡിസംബർ 1 രൂപം കൊള്ളുന്നത്. ക്യാപിറ്റൽ കൊഹിമയാണ്. പീപ്പിൾ ആർ കാൾഡ് നാഗാസ്. അവിടുത്തെ ആൾക്കാർ നാഗാസ് എന്നൊക്കെ വിളിക്കുന്നത് നാഗാലാൻഡിൽ. ഏതറിയാമോ ഭാഷ? ലാംഗ്വേജ് ഇംഗ്ലീഷാണ് അല്ലേ, എല്ലാവരും ഉപയോഗിക്കുന്നത് ഇംഗ്ലീഷ് അല്ലേ. ഇംഗ്ലീഷ് ഭാഷയാണ് നാഗാലാൻഡിൽ മെയിനായിട്ടുള്ളത്. എൻ്റെ അടുത്തുനിന്ന് മണിപ്പൂർ, ഈ യെല്ലോ കളറിൽ കാണുന്നത് മണിപ്പൂർ ക്യാപിറ്റൽ ഇംഫാലാണ്. ജുവൽ ഓഫ് ഇന്ത്യ ജുവൽ സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ എന്നാണ് മണിപ്പൂരിനെ അറിയപ്പെടുന്നത്. 1972 ജനുവരി 21 മണിപ്പൂർ സ്റ്റേറ്റ് രൂപം കൊള്ളുന്നത്. ഭാഷ പറഞ്ഞാൽ ഓർക്കാൻ എളുപ്പമാണ്, മണിപ്പൂർ എന്ന സ്റ്റേറ്റും അല്ലെ ഭാഷ മണിപ്പൂരി എന്നുമാണ്. എൻ്റെ അടുത്ത് മിസോറം, ഏറ്റവും അറ്റത്ത് കാണുന്നത് മിസോറം അല്ലേ. മിസോറം ക്യാപിറ്റൽ ഐസ്വാളാണ്. ഭാഷ മിസോ ആണ് ഭാഷ. ഫാക്സിനേറ്റിംഗ് ഹിൽ, ദ നോൺ ആസ് ലാൻഡ് ഓഫ് ഫാക്സിനേറ്റിംഗ് ഹിൽസ് എന്നാണ് പറയുന്നത്. ഫാക്സിനേറ്റിംഗ് ഹിൽസ് എന്നാണ് ഇതിന് പറയുന്നത്, മിസോറത്തിന് പറയുന്നത്. മിസോ ആണ് ഇവിടുത്തെ ലാംഗ്വേജ്. 1987 ഫെബ്രുവരി 20 മിസോറം രൂപം കൊള്ളുന്നത്. നെക്സ്റ്റ് ത്രിപുര കണ്ടില്ലേ, ഏറ്റത്ത് കാണാൻ ത്രിപുര, ചെറുത് കണ്ടില്ലേ ത്രിപുര, ഇത് കാണാണ്ടോ ത്രിപുര കോക്ക്ബോറോക്കാണ് ഓക്കെ ലാംഗ്വേജ്. പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കോക്ക്ബോറോക്ക് ആണ്. ക്യാപിറ്റൽ അഗർത്തലയാണ്. 1972 ജനുവരി 21 ത്രിപുര സംസ്ഥാനം രൂപം കൊണ്ടിരിക്കുന്നത്. കോക്ക്ബോറോക്ക് എന്നാണ് ത്രിപുരയുടെ ലാംഗ്വേജ്. ലാസ്റ്റ് മേഘാലയ കണ്ടോ, യെല്ലോ കളറിൽ കാണുന്നത് മേഘാലയ. ഇതാ മേഘാലയ കണ്ടോ, ഇതാണ് മേഘാലയ. വയ്ക്കാൻ പറ്റുന്നുണ്ടോ മേഘാലയ? 1972 ജനുവരി 21 തന്നെയാണ് മേഘാലയം ത്രിപുരയൊക്കെ ഒപ്പം തന്നെയാണ് രൂപം കൊണ്ടിരിക്കുന്നത്. മേഘാലയയിലെ ഭാഷ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ഖാസിയാണ്. ക്യാപിറ്റൽ ഷില്ലോങ് ആണ്. ദി റെയിനസ്റ്റ് സ്പോട്ട് എവിടെയാണ്? മേഘാലയയിലാണ്. റെയിനസ്റ്റ് സ്പോട്ട് ഏതാണ് ഇൻ ദ വേൾഡ്? മൗസിൻഡ്രം, ചിറാപുഞ്ചിയൊക്കെ ഏറ്റവും മഴ പെയ്യുന്ന സ്ഥലമില്ലേ ചിറാപുഞ്ചി, മൗസിൻഡ്രം എന്നൊക്കെ കേട്ടില്ല. അത് മേഘാലയയിലാണ് ആ പ്രദേശങ്ങൾ. എന്താ മേഘാലയ എന്ന് കണ്ടില്ലേ? മേഘാലയ അർത്ഥമാക്കുന്നത് ദി അബോർഡ് ഓഫ് ക്ലൗഡ്സ് അല്ലേ, ക്ലൗഡ്സിൻ്റെ കൂട്ടാണ്. ദി അബോർഡ് ഓഫ് ക്ലൗഡ്സ് ആണ് മേഘാലയ എന്ന് പറഞ്ഞാൽ. അത് എന്തൊക്കെയാണ് നമുക്ക് മനസ്സിലായത്? അപ്പോൾ 29 സ്റ്റേറ്റ്സ് ആണെങ്കിൽ കൂടി ഒരുപാട് ഭാഷകളുണ്ട്. ഇതൊന്നും അല്ല, അത് മെയിൻ ഭാഷകളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് കേരളം തന്നെ എക്സാമ്പിൾ എടുത്താൽ അറിയാം അല്ലേ. കേരളത്തിൽ നമുക്ക് ഹിന്ദി ആണെങ്കിൽ കൊച്ചു പോലത്തെ അല്ലേ, കുറച്ച് നമുക്ക് ഹിന്ദി അറിയാം അല്ലേ, സംസാരിക്കുന്നവരില്ലേ. ദെൻ തമിഴാണെങ്കിലോ కొంచెం തിരിയും അല്ലേ. തമിഴ് നമുക്ക് കുറേശ്ശെ പറയാനറിയാം അല്ലേ. ഇംഗ്ലീഷ് ആണെങ്കിലോ വെരി വെൽ. മലയാളമാണെങ്കിലോ ലൈക്ക് വാട്ടർ, വെള്ളം പോലെ നമുക്ക് അറിയുന്നതാണ് മലയാളം. അപ്പം അങ്ങനെ ഒരുപാട് ഭാഷകൾ ഒരു സ്റ്റേറ്റിൽ തന്നെ ഒരുപാട് ഭാഷകൾ ഉണ്ടായിരിക്കും.
അല്ലേ? 6 നാട്ടിൽ 100 ഭാഷ സംസാരിക്കും. പക്ഷേ മെയിനായിട്ട് പറയുന്ന ലാംഗ്വേജിനെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇന്ത്യൻ ലാംഗ്വേജസ് ആണ് നമ്മളിപ്പം പഠിച്ചു കഴിഞ്ഞത്. അപ്പോൾ അതിൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ എങ്ങനെയാണ് നമ്മുടെ ആൽഫബറ്റിക് ഓർഡറിലാണ് ആന്ധ്രാപ്രദേശ്, അരുണാചൽ പ്രദേശ് എന്ന് തുടങ്ങിയുള്ള അതേ ആൽഫബറ്റിക് ഓർഡറിലാണ് നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അങ്ങനെ പഠിക്കാം. അതല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്കായിട്ട് ഒന്ന് വേറൊരു രീതിയിൽ ഒന്ന് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, അങ്ങനെയും നോക്കാം. ഏതൊക്കെയാണ് അപ്പോൾ ലാംഗ്വേജസ് ഏതൊക്കെയാണെന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ആകെ കൺഫ്യൂഷൻ ആയിരിക്കും. 29 പെട്ടെന്ന് പറഞ്ഞപ്പോൾ അറിയണ്ടാവില്ല. നിങ്ങൾ ഓരോന്ന് എടുത്ത് നോക്കി പഠിക്കും. അപ്പോൾ ഞാൻ ഒന്ന് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ലാംഗ്വേജസ്. ഹിന്ദി സംസാരിക്കുന്നല്ലേ? ഹമാര രാഷ്ട്രഭാഷ ഏതാണ്? ഹിന്ദിയാണല്ലേ? എന്താ അങ്ങനെ പറയാൻ കാരണം എന്താണ്? ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ സംസാരിക്കുന്നത് ഹിന്ദിയാണ്. അതുകൊണ്ടാണ് ഹിന്ദി നമ്മുടെ രാഷ്ട്രഭാഷയാക്കി എടുത്തെന്നാണ് പറയുന്നത്. അപ്പോൾ ഹിന്ദി ഒരുപാട് ആൾക്കാർ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ശരിക്കും 8 സ്റ്റേറ്റിലാണ്, 8 സംസ്ഥാനങ്ങളിൽ മെയിൻ ഭാഷ ഹിന്ദി തന്നെയാണ്. എല്ലാ ഭാഷ സംസാരിക്കുന്നവരുണ്ട്. അപ്പോൾ മലയാളീസ് ആണെങ്കിൽ എവിടെയെല്ലാം മലയാളീസ് ഉണ്ടല്ലേ? മലയാളം സംസാരിപ്പോൾ അമേരിക്ക എടുത്താൽ അവിടെ ഉണ്ടല്ലേ? അപ്പോൾ നമ്മുടെ ഗാനഗന്ധർവൻ യേശുദാസ്, അദ്ദേഹം എവിടെയാണ് ജീവിക്കുന്നത്, താമസിക്കുന്നത്? അമേരിക്കയിലാണല്ലേ? അപ്പോൾ എവിടെ പോയാലും മലയാളീസ് ഉണ്ടാവും അല്ലേ? അപ്പോൾ അതുപോലെ ഒരുപാട് ഭാഷകൾ സംസാരിക്കുന്നവരുണ്ടാവും. എന്നാൽ മെയിൻ ഭാഷ ഏതാണെന്നുള്ളത് നമ്മൾ പഠിച്ചിരിക്കുന്നത്. ഒരുപാട് ഭാഷകളെക്കുറിച്ച് അറിഞ്ഞു അല്ലേ? ഏതൊക്കെ ഭാഷയാണെന്ന് കേൾക്കാത്ത കുറേ പേരും അറിഞ്ഞു അല്ലേ? അപ്പോൾ അത് ഓർമ്മയിൽ വേണം. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിലാണെങ്കിൽ ആൽഫബറ്റിക് ഓർഡറിലാണ്. അതാണ് നിങ്ങൾക്ക് എളുപ്പമെങ്കിൽ അങ്ങനെ പഠിക്കാം. അല്ലെങ്കിൽ ഞാൻ മറ്റൊരു രീതിയിൽ ഡിവൈഡ് ചെയ്തിട്ട് അതെങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ ഹിന്ദി ലാംഗ്വേജ് സംസാരിക്കുന്ന വിച്ച് ആർ ദി സ്റ്റേറ്റ്സ് ആർ സ്പീക്കിംഗ് ഹിന്ദി എന്നുള്ളതാണ്. അപ്പോൾ 8 സ്റ്റേറ്റ്സ് ആണ് പറയുന്നത്. 8 സംസ്ഥാനങ്ങളുണ്ട്. ദീസ് ആർ ദി സ്റ്റേറ്റ്സ്. ഏതൊക്കെയാണ്? മധ്യപ്രദേശ് അല്ലേ? ഹിമാചൽ പ്രദേശ്. പിന്നെയോ ഏതാണ്? ഉത്തർപ്രദേശ് അല്ലേ? മധ്യപ്രദേശ്, ഹിമാചൽ പ്രദേശ്, ഉത്തർപ്രദേശ്, പിന്നെ ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, ഹരിയാന, ബീഹാർ. ഇത്രയും സ്റ്റേറ്റ്സാണ്. 8 സ്റ്റേറ്റ്സ് ഹിന്ദി സംസാരിക്കുന്നു എന്ന് തരംതിരിച്ചിട്ടുണ്ട്. കണ്ടോ? വായിച്ച് നോക്കൂ. പറ്റത്തില്ലേ? മധ്യപ്രദേശ്, ഹിമാചൽ പ്രദേശ്, ഉത്തർപ്രദേശ്, കണ്ടില്ലേ? ഉത്തരാഖണ്ഡ്, ജാർഖണ്ഡ് അല്ലേ? അപ്പോൾ ഇത്രയും സ്റ്റേറ്റ്സ് അല്ലേ ഏത് സംസാരിക്കുന്നുണ്ട്? ഹിന്ദിയാണ് സംസാരിക്കുന്നത്. അപ്പോൾ 8 സ്റ്റേറ്റ്സ് ഇങ്ങനെ പഠിക്കാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ 8 സ്റ്റേറ്റ്സ് ഹിന്ദിയാണ് സംസാരിക്കുന്നത്. അങ്ങനെ നിങ്ങൾക്ക് തരംതിരിക്കാം. പിന്നെ 2 സ്റ്റേറ്റ്സ് എന്ത് സംസാരിക്കുന്നുണ്ട്? തെലുങ്ക്. നിങ്ങൾക്കറിയാലോ? ആന്ധ്രാപ്രദേശ്, ദെൻ തെലുങ്കാന അല്ലേ? ആന്ധ്രാപ്രദേശിനെ ഡിവൈഡ് ചെയ്തിട്ടാണ് ഇത് തെലുങ്കാനയും ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തെലുങ്ക് സംസാരിക്കുന്ന 2 സ്റ്റേറ്റ്സ് ഏതൊക്കെയാണ്? ആന്ധ്രാപ്രദേശ്, തെലുങ്കാന. ദെൻ ബാക്കി കുറച്ച് സ്റ്റേറ്റ്സ് ആ സ്റ്റേറ്റിൻ്റെ നെയിമിനോട് ബന്ധപ്പെട്ട റിലേറ്റീവായിട്ടുള്ള ഭാഷയാണ് സംസാരിക്കുന്നത്. അത് പഠിക്കാൻ കുറച്ചുകൂടി എളുപ്പമാണ്. കണ്ടില്ലേ? ആ സ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ട പേരുകളാണ്. ഏതൊക്കെയാണെന്ന് നോക്കാം അല്ലേ? ഏതൊക്കെയാണ്? ഗുജറാത്തിലൊരു ഗുജറാത്തി, മണിപ്പൂർ മണിപ്പുരി, പഞ്ചാബ് പഞ്ചാബി, രാജസ്ഥാൻ രാജസ്ഥാനി, വെസ്റ്റ് ബംഗാൾ ബംഗാളി, മഹാരാഷ്ട്ര മറാത്തി, അസം അസമീസ്, മിസോറം മിസോ, ഒഡീഷ ഒറിയ, കർണാടക കന്നഡ. അതാണ് അത് അവരുടെ സ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പേരാണ്. അപ്പം ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെയും തരംതിരിച്ച് പഠിക്കാം അല്ലേ? ഏതാണോ സ്റ്റേറ്റ് ആ സ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ട ഭാഷകൾ സംസാരിക്കുന്ന സ്റ്റേറ്റ്സ്. ദെൻ പിന്നെ അനദർ ലാംഗ്വേജ് സംസാരിക്കുന്ന നാഗാലാൻഡ് ഇംഗ്ലീഷ്, കേരള മലയാളം, തമിഴ്നാടു തമിഴ്, ജമ്മു കാശ്മീർ ഉറുദു, ഗോവ കൊങ്കണി, സിക്കിം നേപ്പാളി, മേഘാലയ ഖാസി, ത്രിപുര കൊക്ബോറക്, അരുണാചൽ പ്രദേശ് 2 ലാംഗ്വേജസ് ഉണ്ട്, മോൺപ അഖ. ഇത്രയും ലാംഗ്വേജസ് വായിക്കാൻ പറ്റുന്നില്ലേ? റീഡ്. ഇപ്പം ഏതൊക്കെയാണ്? ഇംഗ്ലീഷ് മലയാളം തമിഴ് ഉറുദു കൊങ്കണി അല്ലേ? നേപ്പാളി. ഇംഗ്ലീഷ് മലയാളം തമിഴ് ഉറുദു അങ്ങനെയാണ് ഇതിനകത്ത് വരുന്നത്. ദീസ് ആർ ദി ലാംഗ്വേജസ് ആർ ദർ ഇൻ അവർ കൺട്രി. നമ്മുടെ രാജ്യത്ത് ഇത്രയും ഭാഷകളൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ആൽഫബറ്റിക് ഓർഡറിലാണ് ടെക്സ്റ്റ് ബുക്കിലുള്ളത്. അങ്ങനെയാണെങ്കിൽ അങ്ങനെ പഠിക്കാം. അല്ലെങ്കിൽ ഈ ഓർഡറിൽ ഒന്നുകൂടി പഠിക്കാം. ഹിന്ദി സംസാരിക്കുന്ന 8 സ്റ്റേറ്റ്സ്, ഹിന്ദി 8 എണ്ണം അങ്ങനെ പഠിക്കാം. ദെൻ തെലുങ്ക് 2 സ്റ്റേറ്റ്സ്,
അങ്ങനെ പഠിക്കാം. പിന്നെ ഓരോ സ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പേരുകൾ, സ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന പേരുകൾ അത് പഠിക്കാം. പിന്നെ എക്സ്ട്രാ വരുന്നത് അങ്ങനെ 29 സ്റ്റേറ്റ്സ് ആയി. 29 സ്റ്റേറ്റ്സിലെ ലാംഗ്വേജസ് ആയി. നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ ഒന്നുകൂടി നോക്കാം. ആൽഫബറ്റിക് ഓർഡറിൽ ഇങ്ങനെയാണ്: ആന്ധ്രാപ്രദേശ് തെലുങ്ക്, അരുണാചൽ പ്രദേശ് മോൺപ അഖ, അസം അസമീസ്, ബീഹാർ ഹിന്ദി, ഛത്തീസ്ഗഡ് ഹിന്ദി, ഗോവ കൊങ്കണി, ഗുജറാത്ത് ഗുജറാത്തി, ഹരിയാന ഹിന്ദി, ഹിമാചൽ പ്രദേശ് ഹിന്ദി, ജമ്മു ആൻഡ് കാശ്മീർ ഉറുദു, ജാർഖണ്ഡ് ഹിന്ദി, കർണാടക കന്നഡ, കേരള മലയാളം, മധ്യപ്രദേശ് ഹിന്ദി, മഹാരാഷ്ട്ര മറാത്തി, മണിപ്പൂർ മണിപ്പൂരി, മേഘാലയ ഖാസി, മിസോറം മിസോ, നാഗാലാൻഡ് ഇംഗ്ലീഷ്, ഒഡീഷ ഒറിയ, പഞ്ചാബ് പഞ്ചാബി, രാജസ്ഥാൻ രാജസ്ഥാനി, സിക്കിം നേപ്പാളി, തമിഴ്നാടു തമിഴ്, ത്രിപുര കൊബ്ബോറക്, തെലുങ്കാന തെലുഗ്, ഉത്തർഖണ്ഡ് ഹിന്ദി, ഉത്തർപ്രദേശ് ഹിന്ദി, and West Bengal Bengali. These are the states and their languages. Okay, I hope all of you are understand this lesson. Then study well. See you next class. Take care. Okay, bye.